മാണ്ടിയിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് വലിയ തോതിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിലേക്ക് അടിയൊഴുക്കുണ്ടായത്. അവിടെ നേരത്തെ വീർഭദ്ര സിംഗിന്റെ തട്ടകമായിരുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതിഭ സിംഗ് മത്സരിച്ച് ജയിച്ചതും പിന്നീട് കോൺഗ്രസ് ഭരണത്തിലേക്ക് വഴിയൊരുക്കിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഗുജറാത്തും ഹിമാചൽ പ്രദേശും ഒരേ സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതായത് 2022 ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ 68 നിയമസഭാ സീറ്റുകളിൽ 40 എണ്ണം നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഹിമാചൽ പ്രദേശിന്റെ ഭരണം BJP-യിൽ നിന്നും കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലവുമാണ്. 4 ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. ഒപ്പം ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ സർക്കാർ അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്. അതിന് കാരണമാകുന്നത് മനോഹർലാൽ ഖട്ടറിന് JJP അതായത് ദുഷ്യന്ത് ചൗട്ടാല പിന്തുണ പിൻവലിച്ചതിന് ശേഷം BJP ശരിക്കും ഉഴറുക തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായ വിജയമാണ് ഹരിയാനയിൽ ഉണ്ടാക്കിയതെങ്കിൽ ഇക്കുറി അവിടെ വലിയ നഷ്ടങ്ങൾ BJP-ക്ക് സംഭവിക്കാൻ പോകുന്നു. ആം ആദ്മി പാർട്ടിയുടെ കൂടി പിന്തുണ കോൺഗ്രസിന് നേടിക്കഴിഞ്ഞപ്പോൾ അവിടെ 10-ൽ 6 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലം തന്നെയാണ്. ഹരിയാനയിലെയും ഹിമാചൽ പ്രദേശിലെയും രാഷ്ട്രീയ കാലാവസ്ഥ എന്തുകൊണ്ടും കോൺഗ്രസ് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. ഇത് BJP-ക്കും അതുപോലെ തന്നെ BJP നേതൃത്വത്തിനും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അനുരാഗ് ഠാക്കൂർ അടക്കമുള്ള നേതാക്കൾക്ക് ഒരുപക്ഷെ പരാജയം സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. അത് മാത്രമല്ല, വിക്രമാദിത്യ സിംഗിന്റെ ശക്തമായ പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന് ആധിപത്യം ലഭിക്കും. അങ്ങനെ ഈ 2 സംസ്ഥാനത്ത് കൂടിയുള്ള 10-ഉം 4-ഉമായി 14 സീറ്റുകളിൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും രണ്ടിടത്തു നിന്നുമായി നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഉത്തര മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു ആധിപത്യം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.